നമ്മുടെ കൂടെ സ്പോട്ട് എഡിറ്റർ, ഫിലിം എഡിറ്റർ, ആക്ടർ സംഗീത് പ്രതാപ് ഉണ്ട്. വെൽക്കം സംഗീത്. താങ്ക് യു. സംഗീത് ഇപ്പോ സിനിമ വൻ വിജയം, പ്രേമലു വൻ വിജയമാണ്. അത് കഴിഞ്ഞ് ദുബായിലൊക്കെ പോയിട്ട് വന്നിക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ സെലിബ്രേഷൻ? സെലിബ്രേഷൻ ഭയങ്കര വലിയ ഹ്യൂജ് റെസ്പോൺസ് ആണ് ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. അത് പുറത്താണെങ്കിലും നമ്മൾ ഇവിടെ കുറെ തിയേറ്ററുകളിലൊക്കെ പോയിരുന്നു. ഇവിടെ ആണെങ്കിലും ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു, ചിരിക്കുന്നു, റിപ്പീറ്റ് വാച്ച് ഉണ്ടാവുന്നു സിനിമയ്ക്ക്. കൂടുതൽ എനിക്ക് തോന്നുന്നു കണ്ടവരാണ് റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ളത്. ഇനിയും കാണാൻ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. വലിയ വലിയ സന്തോഷം. പുറത്തേക്ക് ഫിലിം കൊണ്ടുപോകുന്നത് യഷ്രാജ് ഫിലിംസ് ആണ് കണ്ടു. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ബോളിവുഡിലേക്ക് പോകുന്നത് യശ്രാജ് ത്രൂ ആണ്. അതെ, ഞങ്ങള് ദുബായിൽ പോയപ്പോ അവരുടെ റെപ്രസെന്റേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവര് പേഴ്സണലി സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഫിലിം എഡിറ്റർ ആണ്, അസോസിയേറ്റ് ആയിരുന്നു, എഡിറ്റർ ആയിരുന്നു. ദെൻ യുനോ അതിനിടയ്ക്ക് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളൊരു അത് അത് പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനെ ഒരു അഭിനയം? ഇല്ല, ഭയങ്കര ഈ പറഞ്ഞ പോലെ ഞാനൊരു ആക്സിഡന്റൽ ആക്ടറാണ്. കാരണം ഞാൻ അതിനു വേണ്ടിയിട്ട് സാധാരണ കുറെ പാഷനേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ പോലെ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യോ അതിനു വേണ്ടിയിട്ട് കുറെ നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു ഒരു വലിയ കാര്യമായിട്ടല്ല ഞാൻ പറയണത്. ഞാൻ ഈസി ആയിട്ട് കയറിപ്പോകുന്ന ആളാണ്. അപ്പോ അതിന്റെ അതിന്റെ ഒരു എന്താ പറയാ ഒരു സന്തോഷമുണ്ട്. അതേപോലെ തന്നെ അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസോടുകൂടിയൊക്കെ തന്നെയാണ് ഞാൻ പെർഫോമൻസിന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് പല സമയത്തും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹൃദയത്തിലേക്ക് എത്തുന്നതാണെങ്കിലും ശരണ്യയിലേക്ക് എത്തുന്നതാണെങ്കിലും ഒക്കെ അത് രണ്ടുമാണ് ആദ്യം ഇറങ്ങിയ സിനിമകൾ. അപ്പൊ ഈ രണ്ട് സിനിമകളിലേക്ക് എത്തുമ്പോഴും എന്റെ പെർഫോമൻസ് തൊട്ട് മുമ്പ് വിനീതേട്ടനാണെങ്കിലും ഗിരീഷ് ഏട്ടനാണെങ്കിലും കണ്ടിട്ടില്ല ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റിയൽ ലൈഫിലുള്ള നമ്മുടെ മാനറിസങ്ങളും പിന്നെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്റെ ബോഡി ലാംഗ്വേജും ഫിസിക്ക് ഭയങ്കര ലീൻ ആയിട്ട് ഒരാൾ, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ളതായിരുന്നു എന്നെ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം. അപ്പോ അതാ പറയണ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് വന്നതായിരിക്കണം. പിന്നെ പ്രേമലുലേക്ക് എത്തുമ്പോഴും ഗിരീഷേട്ടനുള്ള ട്രസ്റ്റ് കൊണ്ടിട്ട് ആണ് എന്നെ സെലക്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ തൊട്ട് മുമ്പുള്ള നമ്മളുടെ പെർഫോമൻസിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടോ ആണോ എന്ന് പോലും എനിക്ക് അറിയില്ല. അത് ഇത്രയും വലിയൊരു ക്യാരക്ടർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് തരുന്നത് ആളുടെ ഒരു കൺവിക്ഷൻ തന്നെയാണ് എന്തുകൊണ്ടും. ഇതിന്റെ ഡിസ്കഷൻ തുടങ്ങിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങളൊരു ടീം ആയിട്ടുള്ളത് കൊണ്ട്. ആ സമയത്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ. എന്തോ കാരണത്താല് ഞാൻ കേട്ടിട്ടുണ്ട് ആക്ച്വലി. അതായത് ഇതിന്റെ ആദ്യ സമയങ്ങളിൽ ഇതൊരു സോനാരയുടെ ഒരു സ്പിൻ ഓഫ് പോലെയൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ശരണ്യയിലെ സോനയുടെ ക്യാരക്ടറുടെ അങ്ങനെ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ ഗിരീഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ആക്ച്വലി ഞാൻ ശരണ്യയില് മമിതയുടെ അല്ലെങ്കിൽ സോനാരയുടെ കസിനായിട്ടാണ് എന്റെ ക്യാരക്ടർ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ സീനെങ്കിലും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോ ബാക്കി ശരണ്യൊക്കെ ഞാൻ ബിഫോർ റിലീസ്, ഐ മീൻ ബിഫോർ ഷൂട്ട് തന്നെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ ഗിരീഷന്റെ വീട്ടിലൊക്കെ പോയപ്പോ ഒരു ദിവസം പോയപ്പോ കഥയായിട്ട് ഫുള്ള് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ആക്ച്വലി ഞാനായിരുന്നു സംഗീത് എന്ന് പറഞ്ഞ നെസ്ലിൻ ചെയ്ത ക്യാരക്ടർ ചെയ്യാനിരുന്നിരുന്നത്. അപ്പോ പിന്നീട് അത് പ്രൊഡക്ഷൻ സംബന്ധമായിട്ടോ മറ്റെന്തോ കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് അന്ന് നെസ്ലിനായിരുന്നു ഈ ഗസ്റ്റ് റോള്. അന്ന് ഇത് ഗസ്റ്റ് ആയിരുന്നു. ഞാനിപ്പോ ചെയ്ത ചെറിയ ക്യാരക്ടർ ഒരു ഗസ്റ്റ് റോൾ ലൈക്ക് പരിപാടിയായിരുന്നു. അത് രണ്ടും കൂടി സ്വാപ്പ് ആയിട്ടാണ് ശരണ്യയിലേക്ക് വന്നത്. ഇതിന്റെ പ്രേമലുവിന്റെ കഥ എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് പരിപാടികളെന്നോ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഒരു ഇഫ് യു ലുക്ക് ബാക്ക്, എന്താ തോന്നണേ? അതായത് എഡിറ്ററായി ഇരുന്നേനെയായിരുന്നു, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് യു ആർ ഡൂയിങ് എഡിറ്റിംഗ് സ്റ്റിൽ, എന്നിരുന്നാലും സിനിമയിലേക്ക് കുറെ കൂടി അവസരങ്ങളെ കുറിച്ച് എങ്ങനെയാ ഇപ്പൊ തോന്നണം? അല്ല, ഉറപ്പായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യൽ സിനിമകളുടെ പാർട്ടാവണം, കൊമേഴ്ഷ്യൽ സക്സസിന്റെ പാർട്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടെക്നീഷ്യൻ തന്നെയാണ്. എല്ലാം കൊണ്ടും നമ്മളുടെ സിനിമകൾ ഒരുപാട് ആളുകളിലേക്ക് എത്തണം എന്നുള്ളതും അത് അംഗീകരിക്കപ്പെടണം എന്നുള്ളതും അതിന്റെ ഒരു മാർക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം പേഴ്സണലി വർക്ക് ചെയ്യുമ്പോൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. നമ്മളെ പക്ഷെ വർക്ക് ചെയ്ത സിനിമകളുടെ ഭാഗമായിട്ട് ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ ആയിരുന്നു ഭയങ്കരമായിട്ട്. ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള വലിയ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, വലിയ സക്സസിന്റെ പാർട്ടാവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഇത് ഒരു അൺസർട്ടൺ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആക്ച്വലി ഒരു ഒരു ബെറ്റർ ഗ്രാഫിലേക്ക് എത്തുന്നത് പ്രേമലു തന്നെയാണ്, പ്രേമലുവിലൂടെ തന്നെയാണ്.
ഇപ്പൊ എഡിറ്റിങ്ങിനെ കുറിച്ച് ആദ്യകാലത്തെ എഡിറ്റേഴ്സിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന്റെ ആയിട്ട് ഒരു തരം ട്രസ്റ്റ് ഉണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ടേജ് കൊടുത്തു വെക്കുക, അവര് സ്ക്രിപ്റ്റ് നോക്കി എഡിറ്റ് ചെയ്ത് വെക്കുക. പിന്നെ സ്പോട്ട് എഡിറ്റിംഗ് വരുമ്പോൾ കുറച്ചുകൂടി ഇന്ററാക്ഷൻസ് കുറെ കൂടി ഫ്രീക്വന്റ് ആയിട്ട് നടക്കും. ഇത് സംഗീതിന്റെ ഒരു രീതി എങ്ങനെയാണ് എഡിറ്റിംഗ്? ഞാൻ ആക്ച്വലി ഷൂട്ട് ചെയ്തതിൽ നിന്ന് ഡയറക്ടേഴ്സിനെ എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ സ്ക്രീൻ പ്ലേ വൈസ് ഒക്കെ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാറുള്ള ആളാണ്. പറ്റുന്ന സിനിമകളിൽ ചില സമയങ്ങളിൽ പറ്റാറില്ല. പക്ഷെ സ്റ്റിൽ എങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കാമെന്ന്, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് 2 സിനിമകളും, അതായത് ലിറ്റിൽ മിസ് റാവുത്തർ ആണെങ്കിലും ജയ് ഗണേഷ് ആണെങ്കിലും, രണ്ടും വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ സ്ക്രീൻ പ്ലേയിൽ നമുക്കൊന്ന് ട്വീക്ക് ചെയ്യാം, അതിനുള്ള പോസിബിലിറ്റീസ് ഉള്ള കഥകളായിരുന്നു രണ്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് ലിറ്റിൽ മിസ് റാവുത്തർ. അപ്പൊ അതിന്റെ എഡിറ്റിംഗ് പാറ്റേൺസ് ഒക്കെ സാധാരണക്കാര് പോലും നമ്മുടെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് കുറച്ച് ലൗഡാണ് അത് ആക്ച്വലി. അതുകൊണ്ടായിരിക്കാം ഒരു ഇൻവിസിബിൾ ആർട്ട് ആണെങ്കിൽ കൂടി ഈ സിനിമയിലെ എഡിറ്റിംഗ് കുറച്ചും കൂടി സാധാരണ കുട്ടികൾക്ക് പോലും, ഈ റീലൊക്കെ എഡിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പോലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഗിമിക്കും പാറ്റേൺസും പരിപാടികളൊക്കെ ഉള്ള ഇൻട്രസ്റ്റിംഗ് ആക്കാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയറിക്ക് നേരെ ഓപ്പോസിറ്റ്, എഡിറ്റ് ഫീൽ ചെയ്യരുതെന്ന് പറയുന്ന ആ തിയറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ആ സിനിമയ്ക്ക് ട്രൈ ചെയ്തതൊക്കെ. അപ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ ആക്ച്വലി വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു ലിറ്റിൽ മിസ് റാവുത്തറിന്റെ ഒക്കെ. പക്ഷെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സിനിമ ടോട്ടലി ഭയങ്കര വേറൊരു ജോണറിലേക്ക് മാറിയിട്ടൊക്കെ ഉണ്ട്. അത് ഞാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യാറുണ്ട് പോസിബിൾ ആണെങ്കിൽ. ഇപ്പൊ സംഗീതത്തിന്റെ വേറൊരു ക്വാളിറ്റി, വേറൊരുന്നല്ലോ, സംഗീതത്തിന്റെ ഒരു ക്വാളിറ്റി നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അതേ ഡയറക്ടേഴ്സ് തന്നെ വീണ്ടും എൻഗേജ് ചെയ്യിക്കുന്നു, അതേ ഡയറക്ടേഴ്സ് എഡിറ്റിംഗിലും എൻഗേജ് ചെയ്യിക്കുന്നു. ലൈക്ക് രഞ്ജിത് ശങ്കർ സണ്ണിയിൽ വർക്ക് ചെയ്തു, ഇപ്പോ ജയ് ഗണേഷിൽ വർക്ക് ചെയ്തു. അപ്പൊ സംഗീത് സ്വയം അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, അതായത് അങ്ങനെ അവർക്കൊരു ഇഷ്ടം തോന്നാനുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, സംഗീതത്തിന്റെ ക്വാളിറ്റീസ് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു എഡിറ്റിലേക്ക് വരുമ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് തന്നെ ആവാനാണ് സാധ്യത. നമ്മൾ ഇൻവോൾവ് ആയിട്ട് ഞാൻ സ്ക്രിപ്റ്റിൽ മാക്സിമം സജഷൻസ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ആ സ്റ്റേജിലേ തുടങ്ങി ഷൂട്ടിങ്ങിൽ ഇൻവോൾവ് ആവാൻ മീൻസ് നമ്മുടെ സജഷൻസ് പറയാനും ഒക്കെ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കാം നമ്മുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ രഞ്ജിത്ത് സാറൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടും നമ്മളുടെ ഇൻപുട്ടുകൾ വർക്കാവുന്നത് കൊണ്ടായിരിക്കണം, ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി പിന്നെ നമ്മളുടെ കുറെ പേര് ഇപ്പൊ ഗിരീഷേട്ടനായിട്ടൊക്കെ ഉള്ള കൊളാബ് ചെയ്യുന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആണ് കുറച്ചും കൂടി. ആ റിലേഷൻഷിപ്പ് കൊണ്ടിട്ട് തന്നെയാണ് നമ്മളെ ചൂസ് ചെയ്യുന്നതും നമ്മൾ വീണ്ടും അതിലേക്ക് എത്തുന്നതും ഒക്കെ. ഉറപ്പായിട്ടും അമൽ ഡേവിസിന് പ്രോപ്പർ ആയിട്ടുള്ള ഓഡീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. എങ്കിൽ കൂടി നമ്മളുടെ മുഖം അവർക്ക് ആ ട്രസ്റ്റ് വരാൻ അത് ഭയങ്കരമായിട്ട് ആ റിലേഷൻഷിപ്പുകൾ ഗിരീഷേട്ടനായിട്ടുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻസ് ആണ് ഓരോ എഡിറ്റിങ്ങിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉള്ള ഏരിയ ആണ്. എനിക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ തോന്നുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ അതുകൊണ്ട് അതിൽ ഞാൻ മാക്സിമം ഇൻവോൾവ് ആയിട്ട് തന്നെ പ്രീ സ്റ്റേജിലെ നിൽക്കാറുണ്ട്. അതായിരിക്കണം. ഞാൻ സണ്ണിയിൽ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. 4 years ഇൻഡിപെൻഡന്റ് ചെയ്തു. അതിനുശേഷം ജയ് ഗണേശും വന്നു. വിഷ്വൽ എഫക്ട്സും 3D ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ ഈ ഫ്രെയിം കാണുമ്പോൾ എനിക്ക് ആ ഒരു നല്ലൊരു കോമ്പോസിറ്റിംഗ് ഒരു സംഭവം തോന്നുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെയും ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂമിന്റെയും കൂടി ഒരു മാച്ചും ഇതൊക്കെ ആയിട്ട് ഗ്രാഫിക്സ് അല്ലെങ്കിൽ എന്താ പറയാ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അത്തരം കാര്യങ്ങളിലേക്ക് എങ്ങനെ ആ ഒരു ടേസ്റ്റ് ആദ്യമേ ഉണ്ടോ, അതോ ഓരോന്ന് കാണുമ്പോൾ ഇതിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നോ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോ അത് എഡിറ്റിംഗിലേക്ക് എത്തിയതിനു ശേഷമാണ് അത് കൂടുതൽ അപ്ലൈഡ് ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് ഫിലിം മേക്കിംഗ് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പരിപാടി എന്ന് മനസ്സിലാവാണ്ടാണ് ഞാൻ 3D അനിമേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുന്നത്. ഞാൻ ഓർത്തിരുന്നത് നമ്മൾ കാണുന്ന മോസ്റ്റ് ഓഫ് അനിമേഷൻ മൂവീസിന് ഒരു പ്രോപ്പർ ഡയറക്ടർ, അങ്ങനെ ഒരു ഡയറക്ടർ ആയിരിക്കും, അതും ഈ കോഴ്സിന്റെ ഭാഗമായിരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അതിന് പാർട്ടാവാൻ ആഗ്രഹിച്ചത്. ഫിലിം മേക്കിംഗ് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അനിമേറ്റർ ഇസ് ലൈക്ക് വേറൊരു ടെക്നീഷ്യൻ ആണ്. അവര് അതിന്റെ പോസുകളും അതിന്റെ അനിമേഷൻസും ഒക്കെ സെറ്റ് ചെയ്യുന്ന വേറൊരാളും, ടോട്ടലി ഡയറക്ടർ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരാളുമാണെന്ന് നമുക്ക് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത്. അപ്പോ ആക്ച്വലി ആദ്യമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര അത്രത്തോളം എന്താ പറയണ, നമ്മൾ എൻജോയ് ചെയ്തിട്ടൊന്നുമല്ല വർക്ക് ചെയ്തിട്ടുള്ളത്.
ഭയങ്കര ഹെക്ടിക്കും ആയിരുന്നു ഈ പറഞ്ഞ വർക്കും ഒക്കെ. പിന്നീട് വന്ന് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബാക്കിങ്ങും ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നീടാണ് എനിക്ക് ഞാൻ പിന്നെ ഭയങ്കര ഹോം സിക്ഡാണ്, എനിക്ക് എല്ലാ ദിവസവും വീട്ടിൽ പോകണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവര് ചെന്നൈയിലേക്ക് ഞാൻ പ്ലേസ്മെന്റ് കിട്ടിയ കമ്പനി മാറാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തതോടുകൂടിയാണ് ഞാൻ ഇത് വിട്ട് പ്രോപ്പർ സിനിമയിലേക്ക് ഇൻവോൾവ് ആവാന്ന് വിചാരിക്കുന്നതും എഡിറ്റിംഗ് ട്രൈ ചെയ്യുന്നു. അപ്പൊ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പുറത്തെ ഉണ്ടായിരുന്നപ്പോ കല്യാണം എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, എഡിറ്റിങ്ങിനോട് ഒരു അറ്റാച്ച്മെന്റ് വരികയും അങ്ങനെയാണ് എഡിറ്റിംഗിൽ കുറച്ചും കൂടി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെ കയറുന്നതിനേക്കാൾ കുറച്ചും കൂടി സമാധാനവും കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് അസിസ്റ്റന്റ് എഡിറ്റിംഗ് ആയിരിക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് ഷമീർക്കയുടെ അടുത്തേക്ക് എത്തുന്നത്. പ്രേമലുവിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ 3 ആളുകൾ എന്താ പറയുക ഭയങ്കര ഒരു സിങ്കാണ്. ഏജ് വൈസും എനിക്ക് തോന്നുന്നു ഒരു ഏറെക്കുറെ ഒക്കെ സെയിം. അവിടുത്തെ കളി തമാശകളൊക്കെ എന്തൊക്കെയായിരുന്നു? ആക്ച്വലി അതിന്റെ റിഫ്ലക്ഷൻസ് തന്നെയാണ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ഞങ്ങളിപ്പോ എനിക്ക് നെസ്ലിനായിട്ട് തണ്ണീർമത്തം തുടങ്ങിയ അടുപ്പം ഉണ്ടായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോ നമ്മള് ഇതില് പ്രേമലൂല് എങ്ങനെയാണോ സച്ചിനും അമൽ ഡേവ്സും അതുപോലെയാണ് ഞങ്ങൾ റിയൽ ലൈഫിൽ. അപ്പൊ അത്ര അറ്റാച്ച്മെന്റ് ഈ സിനിമയിലൂടെയും സിനിമയ്ക്ക് ശേഷവും സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മമിതയായിട്ടാണെങ്കിലും അഖിലയായിട്ടാണെങ്കിലും ഉള്ള ഫ്രണ്ട്ഷിപ്പ്, ശ്യാമായിട്ടുള്ളതാണെങ്കിലും ശ്യാമായിട്ട് ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഭയങ്കര പേഴ്സണൽ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആളുകളായിട്ട് മാറുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഷൂട്ടിംഗ് ഭയങ്കര മാറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്നത് ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെ ഒരു പ്രോപ്പർ സിനിമ സെറ്റപ്പിലായിരുന്നില്ല അവിടുത്തെ എല്ലാ കാര്യങ്ങളും. നമ്മൾ താമസിക്കുന്നത് ഒരുമിച്ച്, അതൊക്കെ ഭയങ്കര നമ്മളെ പെർഫോമൻസിൽ ഇപ്പൊ എല്ലാരും പറയുന്നത് ഈ കോംബോ വർക്കായി എന്ന് പറയുന്നതിന്റെയും സിങ്ക് വർക്കായി എന്ന് പറയുന്നതുകൊണ്ടും ആക്ച്വലി ഞങ്ങള് നടന്നിരുന്ന ഒരുമിച്ചാണ്, ഉറങ്ങിയിരുന്നത് ഒരുമിച്ചാണ്, ഭക്ഷണം കഴിച്ചിരുന്നത് ഒരുമിച്ചാണ്. അപ്പൊ അതിന്റെ ഇതാണ് നെസ്ലിനായിട്ടൊക്കെ ഉള്ള ആ കോംബോ അത്രയും ഹെൽപ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത്. ഈ പറഞ്ഞ 2 സ്കൂളുകളും കുറെ സിമിലാരിറ്റീസും ഉണ്ടെന്ന് തോന്നുന്നു, ലൈക്ക് വിനീതിന്റെയും ഗിരീഷിന്റെയും ഒക്കെ. ഇതൊരു കമ്പയർ ചെയ്യാൻ വേണ്ടിയല്ല, എന്നാലും അതിന്റെ ഒരു ടേക്ക് അതിന്റെ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് തന്നെ 2 സ്ഥലത്തും നമ്മൾ ഭയങ്കര ഹാപ്പി ആവും എന്നുള്ളതാണ്. ഒരു വർക്ക് സ്പേസ് എപ്പോഴും നമ്മുടെ വർക്ക് നന്നാവുന്നത് ആ സ്പേസ് നല്ലതാവുമ്പോഴും പ്രഷർ കുറഞ്ഞ് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ്. ഞാൻ ഇന്ന് വരെ 2 സെറ്റുകളിലും ഒരു വഴക്കുണ്ടാവുന്നതോ ഒരു സ്ഥിരമല്ല. ഞാൻ ഒരുപാട് വർക്കിംഗ് മൂവി ലൊക്കേഷൻസിൽ പാർട്ടായിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഈഗോസും തല്ലുപിടുത്തങ്ങളും ഒക്കെ കാണാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ 2 സെറ്റിലും അത് 0 ആയിരുന്നു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം എല്ലാവരും ഭയങ്കര ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവിടെ എല്ലാ ഫീൽഡിലുള്ള എല്ലാ സെക്ടറിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഹൃദയത്തിൽ എന്ന് പറയുമ്പോഴേക്കും ഞാൻ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് നമ്മൾ എണ്ണത്തിലും ആളുകൾ കൂടുതലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ചിലർ വരും ലൈഫിലേക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 5 പേര് 6 പേരൊക്കെ ഒരുമിച്ച് അതിൻ്റെതായിട്ടുള്ള ആ കണക്ഷൻ കുറച്ചും കൂടി ഡീപ്പായിരുന്നു. അതായിരുന്നു ഡിഫറൻസ് പറയാൻ പറ്റുന്നത്. ആക്ടറായി ഓഫ്കോഴ്സ് മിമിക്രിയും ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ആക്ടർ എന്ന് പറയുന്ന ഒരു സ്ക്രീനിൽ, എസ്പെഷ്യലി ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ഇതുപോലെ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ ആക്ടർ ആവാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ കാണുന്ന സിനിമകളിൽ കാഴ്ച കുറെ കൂടി വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ലൈക്കിനോ ഇപ്പോ ആളുകൾ ഭ്രമയുഗത്തിനെ കുറിച്ച് കാണുന്ന എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും. കാരണം ഇതൊരു ഡിസൈനിനെ കുറിച്ച് പറയണ പോലെ, ഡിസൈനിന് നമ്മള് റോഡിലേക്കൂടെ പോകുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ അങ്ങേർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും. കാരണം അത് കാഴ്ചയുടെ ഒരു കാര്യമാണല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കും എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും. അത് നല്ലതുമാണ് ആ നിലയ്ക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻവോൾവ് ആണ്. ഇപ്പൊ ആദ്യത്തെ പോലെ ഒരു ഐഡിയൽ സ്പെക്ടേറ്റർ എന്നുള്ള നിലയ്ക്കല്ലല്ലോ ആളുകൾ സിനിമ കാണാൻ. ഇത്രയും എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇത്രയും ഇൻവോൾവ് ആയിട്ട് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് സിനിമ കാണുമ്പോഴുള്ള ആക്ടേഴ്സിന്റെ ആക്ടിങ് തമ്മിൽ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം? ഉറപ്പായിട്ടും വ്യത്യാസമുണ്ട്. നമ്മള് അതത് സമയങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആവുന്ന മേഖലയുമായിട്ട് സിനിമ കാഴ്ച ഭയങ്കര എന്താ പറയുക കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. കാരണം ഞാൻ എഡിറ്റിംഗിൽ ഭയങ്കര ഫോക്കസ് ചെയ്തിരുന്ന് സിനിമകൾ കാണുമ്പോൾ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളാണ് കൂടുതലും നോക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ കൂടുതലും ഇതിൽ രണ്ടിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഒരു ഫസ്റ്റ് വാച്ച് ശ്രമിക്കാറുള്ളത്. എന്നാലും ഒരു പകുതി സമയങ്ങളിൽ നമുക്കത് കണക്ട് ആയിട്ട് വരും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജം മൊമെന്റ് അല്ലെങ്കിൽ ഒരു ബെറ്റർ മൊമെന്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ, ഒരു നല്ല സീക്വൻസ് ഉണ്ടാവുമ്പോൾ, നല്ല എഡിറ്റ് ഉണ്ടാവുമ്പോൾ, നല്ല മേക്കിംഗ് ഉണ്ടാവുമ്പോൾ ഒക്കെ നമ്മൾ അറിയാണ്ട് അത് ശ്രദ്ധിച്ചു പോകുന്നത് ഒരു പതിവായിട്ട് വരാറുണ്ട്. സിമിലർലി ഇപ്പോ ആക്ടിങ്
നമ്മൾ ആക്ടിങ്ങിന്റെ പേരിൽ നമ്മൾക്ക് അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഇപ്പൊ ഈ പറഞ്ഞ സിനിമകളൊക്കെ അതിനുശേഷമൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ മറിച്ച് ഷൂട്ടിംഗ് സമയങ്ങളിൽ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് തൊട്ട് ചേർന്ന സമയത്ത് നമ്മൾ സിനിമ കാണുമ്പോൾ ഓരോ കോമഡികളും എങ്ങനെയാണ് നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ്, ഓരോ പെർഫോമൻസസും നോക്കിയിട്ട് തന്നെയാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ലേണിംഗ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അവരെ തന്നെ കണ്ടു പഠിച്ച് അത് നമ്മളുടെയിലേക്കായിട്ട് വരുമ്പോൾ അപ്ലൈയിങ്ങിന്റെ ചേഞ്ച് മാത്രമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് മാത്രം. നമ്മൾ പഠിക്കുന്നത് അവിടെ നിന്നൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഗിരീഷ് ഏട്ടനൊക്കെ ആയിട്ടാണെങ്കിലും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓരോ പഴയ സിനിമകളിലെ ഡയലോഗ്സ് പറയുക, അത് അഭിനയിക്കുക, ആ സംഭവങ്ങൾ ഫണ്ടിന് വേണ്ടിയിട്ട് അത് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് ഒരു റുട്ടീനാണ്. അന്ന് മുതലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദുബായിൽ പോയപ്പോഴും ഞങ്ങള് മ്യൂക്സ് ആക്ഷൻ എന്ന് പറയുന്ന 500 എന്ന് പറയുന്ന പടത്തിലെ അധികം ആരും ശ്രദ്ധിക്കാത്ത മാളച്ചേട്ടന്റെ ഒരു ഡ്യൂപ്പിന്റെ ഒരു കോമഡി ഉണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും റിപ്പീറ്റഡ്ലി ഓരോ സ്ഥലത്തും കയറുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾക്ക് അതിൽ ഭയങ്കര ഹാപ്പിനെസ് കിട്ടുകയും അതിൽ ചിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അത് പറയുമ്പോഴേ നിങ്ങള് ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ ഇന്ന സിനിമകൾ കാണണമെന്നോ അങ്ങനെ എന്തെങ്കിലും തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഡിസ്കഷൻസ് നടക്കാറില്ല. നമ്മൾ ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഇവരൊരു കോമഡി പറയുമ്പോഴൊക്കെ നമ്മൾ ആ പടം ഓർത്തെടുത്ത് റീവാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ആ സിനിമ കാണാറോ ഒക്കെ പതിവുണ്ട്. അത് ഞങ്ങളല്ലാണ്ട് ഒരു ലേണിംഗ് പ്രോസസ് ആയിട്ട് അക്കാഡമിക്കിലോ ഒന്ന് സംസാരിക്കുന്നത് ഗിരീഷേട്ടനായിട്ടൊക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ എൻജോയ്മെന്റ് ആക്ച്വലി അവിടെ ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് കോമഡി കൊണ്ടിട്ട് തന്നെയാണ്. നമ്മൾ കണക്ട് ആവുന്നത് ഗിരീഷേട്ടന്റെ ഒരു പടത്തിന്റെ ഒരു കോമഡി പറഞ്ഞ് ചിരിക്കുമ്പോൾ അത് പെട്ടെന്ന് കണക്ട് ആവുകയും നമ്മൾ അത് കാണുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കാറുണ്ട്. വേറൊരു കാര്യം കിരണായിട്ട് സംസാരിച്ചപ്പോ ഗിരീഷിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലീഡ് ക്യാരക്ടറിന്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എവിടെയെങ്കിലും ഒരു ലൂസർ ഒരു നേച്ചറുള്ള ഒരു കാര്യം അതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറെ ഘടകങ്ങൾ ഉണ്ടാവല്ലോ. കുറച്ച് തല്ലുള്ളിത്തരവും എന്താ പറയാ പഠിക്കുന്ന കാര്യത്തിലേക്ക് ഇപ്പൊ ആ തണ്ണിമത്തനിലെ പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ടുള്ള സീനുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ടി സംഗീതം എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളുടെ റിയൽ ലൈഫായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭൂരിഭാഗം മലയാളികൾക്ക് ഗിരീഷേട്ടന്റെ ക്യാരക്ടേഴ്സ് വർക്ക് ആവുന്നത്. കാരണം നമ്മള് ഇവിടെ കൂടുതലും ഈ പറഞ്ഞ ഫെയിലിയേഴ്സും ജോബ്ലെസ്സും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൂടുതലുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ ലവ് ഫെയിലിയറും ഒക്കെ ഭയങ്കര പെട്ടെന്ന് കണക്ട് ആവുന്ന കാര്യങ്ങളാണ്. അതിന്റെ കാരണങ്ങളും ഒക്കെ ഭയങ്കര റിലേറ്റബിൾ ആണ്. അപ്പൊ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് സിനിമാറ്റിക്കലി വരുന്നതായിരുന്നു എനിക്ക് ഗിരീഷേട്ടനിൽ ഭയങ്കര ഇഷ്ടമുള്ള രീതി, ഐ മീൻ പാറ്റേൺ ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത് നമുക്ക് ഭയങ്കര ക്യാരക്ടേഴ്സ് വായിക്കുമ്പോൾ നമ്മൾക്ക് ചിരി വരുന്നുണ്ട്, പെട്ടെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ റിയൽ ലൈഫിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ റിയൽ ലൈഫിനോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും. ഇനി തുടർന്നുള്ള പരിപാടികൾ എന്തൊക്കെയാ? ഫിലിം ഇപ്പൊ ജയഗണേഷ് കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞിരിക്കാന്ന് തോന്നുന്നുണ്ടേ. കമ്മിറ്റ് ചെയ്തിട്ടില്ല. ജയ് ഗണേഷ് മാത്രമേ ഉള്ളൂ എഡിറ്റിംഗ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ വർക്ക് നടക്കാണ്. ഒരു ഏപ്രിൽ 11 ആണ് റിലീസ്. അതുവരെ അതിൽ ഒക്യുപ്പൈഡ് ആണ്. അതല്ലാതെ ഇപ്പൊ ആക്ടിങ് വൈസ് ഇങ്ങനെ കുറെ പ്രോജക്റ്റുകൾ ഇപ്പോ ഇതിന്റെ ചൂടിൽ വരുന്നുണ്ട്. അപ്പോ ആളുകൾക്ക് ഇപ്പൊ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കളയാതെ ഏറ്റവും ഈ പറഞ്ഞ സോക്കോൾഡ് ചൂസി ആയിട്ട് തന്നെ, ചൂസി ആവുന്നതല്ല പേടി കൊണ്ടാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായാൽ മതി. നമ്മൾക്ക് ആ ഇഷ്ടം പോരും എന്നുള്ള ഭയങ്കര വലിയ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഉള്ള ആ ഇഷ്ടം ഇനി കളയാണ്ട് നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്പേഴ്സ് അധികം കിട്ടിയില്ലെങ്കിലും ഓക്കെയാണ്. ഇടക്കിടക്കാണെങ്കിലും വന്ന ആൾക്കാരെ സന്തോഷിപ്പിച്ച് പോണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. സംഗീതത്തിന് ഒരു ഫിലിമിന്റെ ഓഫ് സ്ക്രിപ്റ്റില് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്ക്രിപ്റ്റിലെ കോൺട്രിബ്യൂഷൻ എഡിറ്റിംഗിൽ ഹെൽപ്പ് ആവും എന്ന് പറഞ്ഞു. പൊതുവെ ഇപ്പൊ ആക്ടിങ്ങിലും ഉണ്ട്. പൊതുവെ ഏതെല്ലാം മേഖലകളിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കൂടുതൽ ത്രില്ല് തോന്നാറുള്ളത്? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സ്ക്രിപ്റ്റിൽ ആ സന്തോഷം കിട്ടാറുണ്ട്. ഓരോന്ന് നമ്മള് പറയുന്ന ഇൻപുട്സ് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് തന്നെ. ഇപ്പൊ രഞ്ജിത്ത് സാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റിലെ പരിപാടികൾ ആള് നന്നായിട്ട് നമ്മൾ എന്ത് സജഷൻ പറഞ്ഞാലും അത് ആക്സെപ്റ്റബിൾ മൈൻഡോടുകൂടി ഇരിക്കുന്ന ഇതാണ്. അപ്പൊ അത് സീനിനെ ലിഫ്റ്റ് ആക്കുന്നതായിട്ട് പിന്നീട് കാണുമ്പോൾ, ഷൂട്ട് ചെയ്തൊക്കെ കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം കിട്ടാറുണ്ട്. പിന്നെ വേറെ കോൺട്രിബ്യൂഷൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പണി കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുക എന്നുള്ളതൊക്കെ തന്നെയാണല്ലോ. പിന്നെ ഈ പെർഫോമൻസിൽ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസേഷൻസ് ഡയലോഗ്സിലൊക്കെ ആണെങ്കിലും മാനറിസത്തിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇതാണ് ഒരു കൂടുതൽ നടക്കുന്ന ഒരു പ്രോസസ്സ്.
ഇപ്പം ഈ ഫിലിം വന്നു കഴിഞ്ഞപ്പോ ഞാൻ കണ്ട അത് വളരെ റെയർ ആയിട്ട് ഇത് സംസാരിക്കണമെന്ന് തന്നെ അറിയില്ല. അത് നസ്ലിന്റെ എല്ലാത്തിലെയും ഡയലോഗിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. ഏത് ക്യാരക്ടർ കൊടുത്താലും ഒരേപോലെയാണ് ഡയലോഗ്സ്. അപ്പൊ ഇങ്ങനെ കുറെ ഘടകങ്ങളുണ്ടല്ലോ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇത്തരം ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇത് രസമാണ്, നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി കുറച്ചും കൂടി മുതിർന്നു വരുമ്പോൾ കുറെ കൂടി എന്താ പറയാ മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് അത്തരം ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടി വരും. അപ്പൊ ഞാൻ നസ്ലിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ സംഗീത സ്വയം അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഏരിയയിലാണ് എനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മാറ്റങ്ങള് എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നെസ്ലിന്റെ കാര്യം എടുത്താൽ പോലും എനിക്ക് ഭയങ്കര അത് എത്രത്തോളം പിന്നീട് റീഡ് ചെയ്യപ്പെടുമായിരിക്കും. ഇവര് പോലും നെസ്ലിനാണെങ്കിൽ പോലും ഒക്കെ എനിക്ക് പക്ഷെ ശരിക്കും ഞാൻ അടുത്തുനിന്ന് കണ്ടുകൊണ്ടാണോ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര വലിയ ട്രാൻസിഷൻ നെസ്ലിന്റെ പെർഫോമൻസിലാണെങ്കിലും മാനറിസത്തിലാണെങ്കിലും അവന്റെ ക്യാരക്ടേഴ്സിലൊക്കെ ആണെങ്കിലും ഒക്കെ തോന്നാറുണ്ട്. എവിടേക്കോ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ 21 വയസ്സുകാര് ആ ഒരു ആ ഒരു സമയം ആയതുകൊണ്ടുള്ള അവസ്ഥകൾ കൊണ്ടിട്ടുള്ള സിമിലാരിറ്റീസ് വരുന്നുള്ളതല്ലാണ്ട് ഞാൻ തണ്ണീർമത്തലിൽ അവനെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു റീൽസ് കാണാറുണ്ട്. പ്രേമലൂലെ റീൽസും തൊട്ടടുത്ത് കാണാറുണ്ട്. അപ്പൊ വലിയ ഡിഫറൻസാ. അതായത് ആക്ച്വലി അന്നേ അവൻ ആക്സെപ്റ്റബിൾ ആയി, അവന്റെ എല്ലാ റിയാക്ഷൻസ് ആണെങ്കിലും മാനറിസങ്ങളാണെങ്കിലും ആളുകൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അവന് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് പോലും ആളുകൾ. കാരണം അത്രയും ആ ഫസ്റ്റ് വന്നപ്പോഴേ അവന്റെ ബെസ്റ്റ് തന്ന ആളാണ്. അതെനിക്ക് പ്രേമലൂലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴേക്കും ആലോചിക്കുക, നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കാണും എന്നല്ലാണ്ട് തിയേറ്ററിൽ കുറച്ചും കൂടി വിസിബിൾ ആണല്ലോ. ഞാൻ ആലോചിക്കായിരുന്നു, വേറൊരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. കോമഡി അത്രയും ഈസിലി ഒരു നായകൻ വന്ന് ചെയ്യുമ്പോൾ വർക്ക് ആവുന്നത് ഞാൻ തിയേറ്ററിൽ ഭയങ്കര എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. ആളുകൾ ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ അത് ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൻ അടുത്ത ഫ്യൂച്ചർ ആണെന്ന് എല്ലാവരും പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ചേഞ്ചസ് ഇപ്പോ ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഡയലക്ട് ഇപ്പൊ അവന്റെ ഭാഷ വൈസിട്ടാണെങ്കിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയിലൊക്കെ. അപ്പൊ സിനിമ ഭയങ്കര ജനകീയമാവുകയാണ്. ഇപ്പൊ 18+ അവൻ ഇതുപോലെ വടകരയോ കോഴിക്കോട് ഭാഷയോ എന്തോ, എനിക്ക് ഏതാ ഭാഷ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അവൻ വേറൊരു അത് ഭയങ്കര പെർഫെക്റ്റ്ലി പിടിച്ചു പോയതായിട്ട് എനിക്ക് പടം കണ്ടപ്പോ തോന്നിയത്. പടം ഭയങ്കര ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നെങ്കിൽ അത് ഭയങ്കര ഡിസ്കസ് ചെയ്താനെ. ഇപ്പൊ പടം നല്ലതാണ്, പടം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത പടമാണ്. അപ്പൊ പ്രേമലൂലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും ഈ പറഞ്ഞ ഞങ്ങളുടെ പറവൂർ ആലുവ സൈഡിലേക്ക് ലാംഗ്വേജ് പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. പക്ഷെ നിങ്ങൾ വിഷ്വലി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മാനറിസം വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും അവന് ഭയങ്കര വലിയ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന പടങ്ങളൊക്കെ എനിക്കറിയാം, എനിക്കിപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഫിലിം അല്ലാതെ ഉള്ള സമയത്ത് ഫ്രീ ടൈമിലൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താ? സത്യം പറഞ്ഞ ഈ ഒരാഴ്ചയായിട്ട് ആ റീല് ചെക്ക് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കണ്ടിന്യൂസ്ലി നടക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് സ്നേഹം ഇങ്ങനെ അറിയിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് റിപ്ലൈ കൊടുക്കുക മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പറ്റുന്നവർക്കൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു സമയത്തിലൂടെ ഇനി കടന്നു പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ആക്ച്വലി ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന പോലെ ഇതെന്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇത് ഞാൻ മാക്സിമം അങ്ങനെയാണ് ഇപ്പോ കൂടുതലും എൻജോയ് ചെയ്യുന്നത്. എനിക്ക് ബാക്കി പരിപാടികൾ അധികം നടക്കുന്നില്ല. പിന്നെ ഓൾസോ സൈഡിൽ കൂടി ജയ് ഗണേശിന്റെ കുഞ്ഞു കുഞ്ഞു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതും പാരലലി നടന്നു പോകുന്നുണ്ട്. പിന്നെ കുറെ ഇന്റർവ്യൂസ്, അതൊക്കെയാണ് ഇപ്പൊ നടന്നു പോകുന്നത്. അല്ലാതെ ഇരിക്കുമ്പോ സിനിമ കാണുക, പുറത്തു പോവുക, ട്രാവൽ ചെയ്യുക. പുറത്ത് ലോങ് ജേർണി ഒന്നുമല്ല, എറണാകുളമൊക്കെ എപ്പോഴും പോകും, ഫ്രീക്വന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. ഈ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇപ്പൊ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടാവും അങ്ങനെയുള്ള എങ്ങനെയാണ് ഇപ്പോ? ആക്ച്വലി ഭയങ്കര, അതായത് ഇപ്പോ അത് ഞാൻ വീണ്ടും പറഞ്ഞത്, ഇപ്പൊ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും അതിന്റെ ഒരു എഫക്റ്റിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് പോകുന്നത്. ആളുകൾ നമ്മളെ എവിടെ ചെല്ലുമ്പോഴും അറിയുമ്പോഴും അടുത്ത് വരുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു പ്രൈവസി ഇഷ്യൂ എനിക്ക് പേഴ്സണലി ഒരു ഹേർട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോ.
പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്, നടക്കുന്നില്ല. നമ്മൾക്ക് ഒരു സ്ഥലത്ത് ഇപ്പൊ തിയേറ്ററിൽ പോയാൽ പോലെ എനിക്ക് പറയുമ്പോൾ അധികം ആരും അറിയാണ്ടും സമാധാനത്തിൽ പോയി കാണണം എന്ന് പറഞ്ഞാൽ മാസ്ക് ഒക്കെ ഇട്ട് ഒരു ദിവസം പോയിരുന്ന് കണ്ടു. പക്ഷെ എന്നിട്ടും ഇന്റർവെൽ ആയിപ്പിക്കും തൊട്ടടുത്തിരുന്നവർ മനസ്സിലാവുന്നു, അവർ ഫോട്ടോ എടുക്കുന്നു, പിന്നെ അത് അങ്ങോട്ട് വൈഡായി പോകുന്നു എന്ന് പറയുന്നത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സന്തോഷം തന്നെയാണ്. കാരണം അധികം ആരും തിരിച്ചറിയാതിരുന്നിരുന്ന ഒരു സമയത്ത് നിന്ന് ഇത്ര ആളുകൾ അറിയുന്ന ഒരു അതിലേക്കുള്ള ട്രാൻസിഷൻ ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട്. വിനീതിന്റെ പുതിയ ഫിലിമില് ഉണ്ടോ? ഇല്ല, ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഇല്ല. ഈ ഫിലിമിൽ ഓഫ്കോഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ റീൽസിൽ എവിടെയോ കണ്ടിരുന്നു, അതായത് മിനി കൂപ്പർ ഓടിക്കാൻ പഠിച്ച സംഭവങ്ങളൊക്കെ. വേറെ അതൊന്ന് ഒന്ന് പറയോ? വേറൊന്നല്ല, വീട്ടിലൊരു 2 കൊല്ലമായിട്ട് കാർ ഉണ്ടായിരുന്നു, 1.5 കൊല്ലം അടുത്തായിട്ട് കാർ ഉണ്ടായിരുന്നു. പക്ഷെ കാറ് ആക്ച്വലി തന്നെ കാർ പാർക്ക് ചെയ്തിട്ട് അടുത്ത് തന്നെ കിടക്കുന്ന അവസ്ഥയായിരുന്നു. കാരണം നമ്മള് എങ്ങനെങ്കിലും പോകണമെങ്കിൽ പോലും ഫ്രണ്ട്സിനെ വിളിക്കുകയോ ആരെങ്കിലും വിളിച്ചിട്ട് പോവുകയൊക്കെ ആയിരുന്നു പതിവ്. ഞാൻ ഭയങ്കര ഒരു കാര്യം വരുമ്പോഴേ ഞാൻ അതിന് ഇറങ്ങുള്ളൂ എന്ന് പറയുന്ന പോലെ ഞാൻ ഭയങ്കര മടിയാണ്. അപ്പോ കാർ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആക്ച്വലി ഗിരീഷ് ചേട്ടൻ ആകെ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ളത്. എന്നിട്ട് കൂടി നൈറ്റ് അധികം ആരും ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒരു ജർമ്മനിയിൽ നിന്ന് ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ രാത്രി ഡ്രൈവിംഗ് പഠിച്ചിരുന്നത്. നേരെ നമ്മൾ ഇറങ്ങിയത് ഹൈദരാബാദ്, ഭയങ്കര റഷുള്ള ആളുകൾക്കൊന്നും വലിയ ജീവനിൽ കൊതിയില്ലാത്ത ആളുകളുടെ ഇടയിലേക്കാണ് നമ്മള് തമാശ പറയുമ്പോ ഞങ്ങൾ പറയുമായിരുന്നു. കാരണം അവര് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ നമ്മൾക്കൊരു പേടി ഉണ്ടാവില്ല, നമ്മളുടെ ജീവനെങ്കിലും. ഇവര് അതുപോലും ഇല്ലാത്തവരായിട്ട് നമുക്ക് തോന്നാറുണ്ട്. നേരെ ഇൻഡിക്കേറ്റർ എടുക്കുക, ലെഫ്റ്റ് എടുത്ത് കയറുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ടേക്ക് കെയർ ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ ഉറപ്പായിട്ടും ഇതറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ടൂ മച്ച് കോൺഷ്യസ് ആയതുകൊണ്ട് ശ്രദ്ധിച്ചാണ് ഓടിച്ചിരുന്നത്. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും എക്സ്പെർട്ട് ഡ്രൈവേഴ്സ് ആയിരുന്നു. മമിത ആണെങ്കിലും മാത്യു ആണെങ്കിലും നെസ്ലിൻ ആണെങ്കിലും. അപ്പൊ ഇവര് ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഇവര് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ വന്നപ്പോഴേക്കും സിറ്റുവേഷൻസ് കുറച്ചും കൂടി ഹാർഡായി. കാരണം നമുക്ക് ഫാസ്റ്റ് പേസ്ഡ് സാധനങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട്, ആദ്യമൊക്കെ കുഞ്ഞു ഡയലോഗ് ഏരിയസ് ആയിരുന്നു. പിന്നെ വന്നപ്പോ ചേസും കാര്യങ്ങളൊക്കെ. അപ്പോ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഷോട്ടുകൾ ചെയ്യേണ്ടി വന്നപ്പോഴേക്കും തനിയെ കോൺഫിഡൻസ് വരികയായിരുന്നു. വേറെ എന്തൊക്കെയായാലും ഒരു റിസ്ക് ആയിട്ടുണ്ടായിരുന്നത് സിനിമയിൽ? അങ്ങനെ റിസ്ക് നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു തോന്നുന്നു. കാരണം ഇത് ചെയ്യുന്നത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ഗിരീഷേട്ടനെ മാത്രം ടെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലതൊക്കെ മാത്രം നമുക്ക് ഇഷ്ടപ്പെടും, നമ്മൾ ഹൈ കിട്ടുമായിരുന്നു. ബാക്കി ഓൾമോസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും നെസ്ലിനോടും ഗിരീഷേട്ടനോടും അമിതയുടെ അടുത്തൊക്കെ ഇങ്ങനെ ഫ്രീക്വന്റ് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഓക്കെ ആണോ പരിപാടി, എന്റെ പരിപാടി ഓക്കെ ആണോ, എന്താണ് അവസ്ഥ എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോ എനിക്ക് റിസ്കി ആയിട്ട് തോന്നിയിരുന്നത് പെർഫോം ചെയ്യുക തന്നെയായിരുന്നു. എനിക്ക് ഡ്രൈവിങ്ങിനേക്കാളും പാടാതായിരുന്നു. ചില സീൻസ് ഇങ്ങനെ നമുക്ക് വീണ്ടും ഓർക്കുമ്പോ ചിരി വരുന്ന അങ്ങനെ ഏതെങ്കിലും ഇപ്പൊ സിനിമ കണ്ടിട്ടായാലും, ഇപ്പൊ എനിക്ക് ആ പുള്ളിക്കാരെ മറ്റേ എന്താ പറയാ സോഫ്റ്റ് ഡ്രിങ്ക് വെൻഡിങ് മെഷീനിൽ കിക്ക് ചെയ്യണതൊക്കെ അത് നമുക്ക് ഇങ്ങനെ ഓർക്കുമ്പോ ആ കിക്കും അവരുടെ എക്സ്പ്രഷനും മറ്റാൾ അവിടെ നിന്ന് നോക്കണതും ഇതൊക്കെ ഒരു അതിങ്ങനെ ഓർക്കുമ്പോ ഇങ്ങനെ ചിരി വരും. അങ്ങനെ സംഗീതത്തിന് ഏതെങ്കിലും അപ്പൊ ഓഫ്കോഴ്സ് ഇത് ടേക്കും വീണ്ടും ടേക്കും ഒക്കെ കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്തൊരു സീനാണ് മറ്റേ ഈ പറഞ്ഞ പോലെ ആ ഒരു ദോശയൊക്കെ കഴിച്ചിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു പടത്തിലാണെങ്കിലും ആ ചിരി ഇങ്ങനെ പൊട്ടിയത് തുടങ്ങുന്നത് ആ നൈറ്റിൽ ആ ഫോൺ കോൾ തുടങ്ങിയിട്ടാണ്. അപ്പോ ആ ഫോൺ കോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീടാണ് ആ നീ അവളെ കുണുവാവ എന്നുള്ള വിളിക്കുന്നത് പറഞ്ഞ ആ സാധനമൊക്കെ ഉള്ള ആ ഏരിയ ഒക്കെ ഷൂട്ട് ചെയ്തത്. അതൊക്കെ ഷൂട്ട് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് ഞങ്ങള് ബോഡി ലാംഗ്വേജിലൊക്കെ ഇംപ്രൂവൈസ് ചെയ്തിട്ട് ചെയ്തിരുന്ന സാധനമായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹൈ കിട്ടിയ ഒരു സംഭവമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു സാധനമായിരുന്നു ആ ഒരു ഏരിയാസ് ഒക്കെ. അങ്ങനെ എല്ലാ സീക്വൻസിലും നമ്മളുടെ രണ്ടുപേരുടെ, പ്രത്യേകിച്ച് എന്റെ അവന്റെയും സീക്വൻസസിൽ ഭയങ്കരമായിട്ട് നമ്മൾ കുറെ എന്താ പറയണ എൻജോയ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. ഏതെങ്കിലും സീൻ ഇങ്ങനെ ഒരുപാട് ടേക്സ് ഒക്കെ പോയിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷന് വേണ്ടി, മിസ്റ്റേക്കിന്റെ അല്ല. ഒരുപാട് ടേക്ക് പോയത് ആദ്യത്തെ സീൻ തന്നെയായിരുന്നു. അതായത് ഞങ്ങള് ആ ടെറസിന്റെ മുകളിൽ നിന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേയുടെ അവിടെ വെച്ച് കണ്ടിട്ട് മുകളിലുള്ള ആ സീൻ തന്നെയായിരുന്നു. അത് സെക്കൻഡ് ഡേ ആയിരുന്നു. ആദ്യത്തെ ഡേ ഒരു ചെറിയൊരു സീക്വൻസും പിന്നെ അത് രണ്ടാമത്തെ ഡേ ആയിരുന്നു. അപ്പൊ അത് വലിയ ലോങ് സീക്വൻസ്, വലിയൊരു ഡയലോഗ് ഏരിയ ആയിരുന്നു. അപ്പൊ അത് ഞാനാണെങ്കിലും കുറച്ച് കോൺഷ്യസ് ആയിട്ടൊക്കെ എങ്ങനെയാണ് മീറ്റർ കിട്ടിയിട്ടില്ലല്ലോ, നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുന്നില്ലല്ലോ. അപ്പൊ കറക്റ്റ് മീറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഗിരീഷേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഡയലോഗ്സിൽ ഭയങ്കര കോമഡി ഉണ്ട്. ആക്ച്വലി ഡയലോഗ്സിന്റെ എഴുത്തിൽ ഭയങ്കര കോമഡി ഉണ്ട്. അത് ഞാൻ ആക്ച്വലി പെർഫോമൻസിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിരുന്നു. അതായത് ഒരു മോഡുലേറ്റ് ചെയ്യാൻ ഇതൊക്കെ. പക്ഷെ ഗിരീഷേട്ടന് അത് വേണ്ട, വെരി പ്ലെയിൻ നോർമൽ ആക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു
ടോട്ടൽ പ്രോസസ്സിൽ പോയിരുന്നത്, വിച്ച് അതാണ് ആളുകൾക്കും ഭയങ്കര സിനിമ ഭയങ്കര റിയലിസ്റ്റിക് ആയതും ഈ ക്യാരക്ടേഴ്സ് ഭയങ്കര ഗ്രൗണ്ടഡ് ആയതും. കോമഡി എഴുത്തിൽ വായിക്കുമ്പോൾ ചിരിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളുടെ പ്രോപ്പർ അറിവില്ലായ്മ കൊണ്ടിട്ടായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മോഡുലേഷൻ സെറ്റ് ചെയ്യാനും കോമഡിക്ക് വേണ്ടിയിട്ട് അത് പെർഫോം ചെയ്യാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഗിരീഷേട്ടൻ അതിനെ വെരി റിയലിസ്റ്റിക് ആക്കാൻ നോക്കിയത് തന്നെയായിരുന്നു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ വർക്കായത്. അപ്പോ അവൻ ആ മറ്റേ മുണ്ട കൊടുത്തിട്ട് വന്ന് ആ ടവല് റിമൂവ് ചെയ്യുന്ന സീനിൽ ഞാനൊരു സോക്കോൾഡ് ഈ പറഞ്ഞ നമ്മൾ സ്ഥിരം അവിടെ അപ്ലൈ ചെയ്യാൻ സാധ്യതയുള്ള ഒരു റിയാക്ഷനാണ് ആദ്യം ഇട്ടത്. ഗിരീഷേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞാ, നീ പ്ലെയിൻ ആയിട്ട് നമ്പായിട്ട് നിന്നോ, എല്ലാ ദിവസവും കാണുന്ന ഒരു കാര്യം പോലെ നിന്നോ എന്ന് പറഞ്ഞു. അത് ഭയങ്കര ട്രെയിലറിലൊക്കെ കണ്ടപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിയേറ്ററിലും ആ റിയാക്ഷൻ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, എപ്പോഴും യൂഷ്വലി നമ്മൾ കാണുന്ന സിനിമാറ്റിക് പെർഫോമൻസ് മാറ്റി ഭയങ്കര ഗ്രൗണ്ടഡ് ആക്കിയിട്ടും റിയൽ ആക്കാനും ഒക്കെയാണ് ഗിരീഷേട്ടൻ കൂടുതലും ട്രൈ ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളത് കേൾക്കുമ്പോ ഓക്കെ നമുക്കൊന്ന് പെർഫോം ചെയ്ത് തകർക്കാമെന്ന് തോന്നുന്ന, പക്ഷെ അതൊരു കേൾക്കുമ്പോ അതിന്റെ ഒരു എന്താ പറയാ, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, പറയുന്ന കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ അവരുടെ എന്താ പറയാ ശ്യാം സിനിമയിലും ഉണ്ട്, അവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ അവര് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നോ അവരുടെ എന്താ പറയാ സജഷൻസ്? ശ്യാമേട്ടൻ ഉണ്ടായിരുന്നു. ശ്യാമേട്ടൻ ഈ ഷൂട്ടിന്റെ ഭാഗമായിട്ട് മാത്രം, അങ്ങനെ എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഷൂട്ടുള്ള ദിവസം മാത്രം, അല്ലാതെ വരാറില്ല. പിന്നെ ഒരു 1-2 വട്ടം വിസിറ്റ് ആയിട്ട് അവർ ചുമ്മാ വന്ന് ഒരു 10 മിനിറ്റ് നിന്ന് പോവുകയായിരുന്നു. അപ്പൊ ആക്ച്വലി ശ്യാമേട്ടനൊക്കെ ആയിട്ടാണെങ്കിൽ പോലും എനിക്ക് ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് റെസ്പെക്ട് കൊണ്ടിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആവാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത് റിലീസിന് തൊട്ട് മുമ്പുള്ള പ്രൊമോഷൻ സമയത്താണ് ഒരു ഐസ് ബ്രേക്ക് ഉണ്ടാവുകയും ശ്യാമേട്ടനായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആവാനും ഒക്കെ പറ്റിയത്. അപ്പൊ അത് ഭയങ്കര, ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഫ്രീക്വന്റ്ലി ഭയങ്കര ഹാപ്പി ആയിട്ട് ഓരോ കോൺവെർസേഷൻസ് നടത്താറുണ്ട്. അപ്പൊ മൊത്തത്തില് പ്രേക്ഷകരെ പോലെ തന്നെ നിങ്ങൾ നല്ലതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഓക്കെ, എന്തായാലും കൂടുതൽ ആക്ടറായിട്ടും എഡിറ്ററായിട്ടും പ്രേക്ഷകരെ സർപ്രൈസ് ചെയ്യിക്കട്ടെ. ഒരുപാട് അവസരങ്ങൾ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.